എന്നാൽ പിന്നെ ഒരു വീഡിയോ എടുത്ത് കളയാം ഉം. എന്നും പറഞ്ഞ് ഞാൻ നടന്നുകൊണ്ടിരുന്ന റൂട്ടിൽ ഒരു വീഡിയോ അങ്ങ് എടുത്ത് കേട്ടാ. ചെണ്ട പഠിക്കാൻ പോയിട്ടുണ്ടെന്ന് തുടങ്ങി ഈ വീഡിയോ ഇട്ട് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ചേട്ടാ 200 പേര് കണ്ടേക്കണം എൻ്റെ വീഡിയോ. ആ 6 മാസം കൊണ്ട് എഴുതിയിട്ട് 100 പേര് വായിച്ചെടുത്ത് ഒരാഴ്ച ഒരു വീഡിയോ 200 പേര് കണ്ടേക്കണം എന്ന് പറഞ്ഞാൽ ദൈവമേ, ഈ ലോകത്ത് 200 പേർക്കപ്പം എന്നെ അറിയാം, എൻ്റെ ഈ മുഖം കണ്ടിട്ടുണ്ട്. കലക്കി. ഞാൻ ഞെട്ടിപ്പോയി. അങ്ങനെ ഞാൻ എന്താ പിന്നെ 2-3 കൂടെ ഇടാന്ന്. അങ്ങനെയാണ് ചേട്ടാ ഞാൻ ഇതിനകത്ത് അറിയാതെ വന്ന് വീണതാ. അമ്മ നീ സത്യമായിട്ട് ഞാൻ അന്നത് നോക്കിയാ യൂട്യൂബിൽ ആ സായിപ്പിന്റെ കണ്ടില്ലായിരുന്നെങ്കിൽ ആ ഇന്ന് ഇവിടെ ഇരിക്കില്ല. സത്യം അതാണ് ഒരു അല്ല, നിയോഗം എന്ന് പറയുന്നത്. ഓരോരുത്തർക്കും ഓരോ ഇതിലേക്ക് നിയോഗമാണ്. ഇൻട്രസ്റ്റ് ആ ഉണ്ടാവും. അത് ഞാൻ അത് പലപ്പോഴും ആലോചിക്കും. കാരണം ഞാൻ ഇങ്ങനത്തെ ഒരു ഫീൽഡുമായിട്ട് മറ്റേ നാഗച്ചേച്ചി പറയുന്ന കണക്ക് നിനക്ക് എന്തെങ്കിലും കലാപരമായിട്ട് വല്ല കഴിവുണ്ടോടാ എന്ന് ചോദിക്കുന്ന ഡയറക്റ്റ് ഇതിന് ആപ്റ്റാണ് ഞാൻ. കാരണം അങ്ങനെ ഒരു ഫീൽഡിൽ നിന്നേ വന്ന ഒരാളല്ല ഞാൻ. അപ്പോൾ എന്തോ ഒരു നിയോഗം പോലെ ഇവിടെ എത്തി. ഇപ്പോൾ നിങ്ങളെപ്പോലുള്ള ലെജൻസിൻ്റെ അടുത്ത് സംസാരിക്കാൻ പറ്റുന്നു. അതെൻ്റെ ലൈഫിൽ എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ ഭാഗ്യങ്ങളിലൊന്നാണ് കേട്ടാ. ഓ, എനിക്ക് നീ തന്നെ എന്നെ ഓർത്തിട്ട് അഭിമാനം തോന്നുന്നു. നീ ശരിക്കും നീ നിങ്ങളെ പോലെ എന്ന് പറയരുത്, ഇദ്ദേഹത്തെ പോലെയുള്ള ലെജൻഡ്. ഇദ്ദേഹത്തെ പോലുള്ള ലെജൻസ് എന്ന് എന്നെ പറയും ചേട്ടാ.